കണ്ണൂർ കണ്ണാടിപ്പറമ്പിലെ വീടുകളിൽ നിന്നും സൈക്കിളുകൾ കാണാതാകുന്നത് പതിവാകുന്നു. എന്നാൽ കാണാതാവുന്ന സൈക്കിളുകൾക്ക് പകരം മറ്റൊരു സൈക്കിൾ വയ്ക്കുകയും ചെയ്യും. ഈ സൈക്ലിംഗ് പരിപാടിക്ക് പിന്നിൽ ആരെന്നറിയാതെ വട്ടം ചുറ്റുകയാണ് നാട്ടുകാർ. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ പോകുന്ന സൈക്കിൾ ഒരു നാടിനെയാകെ വട്ടം കറക്കുകയാണ്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീടുകളിൽ നിന്നും സൈക്കിളുകൾ കാണാതാകുന്നു. എന്നാൽ ഇതിനെ മോഷണമെന്ന് പറയാനുമാകില്ല. കാരണം നഷ്ടപ്പെട്ട സൈക്കിളിന് പകരം മറ്റൊരു സൈക്കിൾ മുറ്റത്തുണ്ടാകും. ശാദുലിപ്പള്ളിയിലെ ശ്രീധരൻ മേസ്ത്രിയുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം. ഇവിടുത്തെ സൈക്കിൾ എടുത്തുകൊണ്ടുപോയി മാഹിറ എന്നവരുടെ വീട്ടിൽ വയ്ക്കുകയും അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ കൊണ്ടുപോകുകയും ചെയ്തു. ഈ മാസം 10 ഉച്ചയ്ക്കായിരുന്നു മാഹിറയുടെ വീട്ടിൽ നിന്നും സൈക്കിൾ കാണാതായത്. ഇതേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കും ഇടയിൽ വാരം റോഡിലെ ലതീഷിൻ്റെ വീട്ടിൽ നിന്ന് മകൾ വൈശാലിയുടെ സൈക്കിളും കാണാതായി. മാഹിറയുടെ വീട്ടിൽ നിന്നെടുത്ത സൈക്കിൾ ഇവിടെ പകരമായി കൊണ്ടുവച്ചിട്ടുമുണ്ടായിരുന്നു. സംഭവം വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലതീഷ് പ്രചരിപ്പിച്ചതോടെ വൈശാലിയുടെ സൈക്കിൾ കൊളച്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുണ്ടെന്ന വിവരം ലഭിച്ചു. ആരാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഇവരിപ്പോൾ. മയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തിങ്കളാഴ്ച ഉച്ചക്കാണ്. ഉച്ചക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്കാണ് നമ്മളെ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. വെച്ചാൽ പെട്ടെന്ന് ആർക്കും തിരിയൂല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതേ സ്ഥാനത്ത് പകരം ഒരു സൈക്കിൾ വെക്കുക ചെയ്തത്. അപ്പോൾ മക്കൾ വന്ന് പിന്നെ നോക്കുമ്പോൾ ഈ വൈഫും കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ സൈക്കിളിന് പകരം വേറൊരു പഴയ സൈക്കിളാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ അത് ആ സമയത്ത് നമുക്കത്ര ഒരു ഗൗരവത്തിലല്ല നമ്മളെടുത്തത്. പക്ഷെ എന്നിരുന്നാലും 7-ാം വാർഡ് നാറാത്ത് പഞ്ചായത്ത് 7-ാം വാർഡിലെ ഗ്രൂപ്പിൽ ഞാൻ ആ വിഷയം ഇടുകയും പക്ഷേ എന്നാൽ എല്ലാവരും ആ രീതിയിൽ നല്ല രീതിയിലല്ല പ്രതികരിച്ചത്. ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടിയും പിന്നെ ഇത് വിവരം ഇങ്ങനെ പല ഇതിലും ഈ 7-ാം വാർഡിലിട്ട വാർത്ത പല ഇതിലും പ്രചരിച്ച സമയത്ത് ആൾക്കാർ പിന്നെ പിറ്റേന്ന് ചൊവ്വാഴ്ച ഒരു മാലോട്ട് 5-ാം വാർഡിലുള്ള നാറാത്ത് പഞ്ചായത്ത് 5-ാം വാർഡിലുള്ള മാഹിറ എന്ന് പറയുന്ന എന്നെ ബന്ധപ്പെടുകയും അവരുടെ സൈക്കിളാണ് ഈ വീട്ടിലുള്ളതെന്ന് പറയുകയും ചെയ്തു. അപ്പം അവരെ വീട്ടിൽ വേറൊരു പഴയ സൈക്കിൾ വെച്ചിട്ടാണ് അവരെ വീട്ടിലെ സൈക്കിൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചത്. അപ്പോൾ ഈ വിവരം ഇന്നലെ ഇങ്ങനെ പ്രചരിച്ച് ഇന്നലെ രാത്രിയാകുമ്പോഴാണ് പള്ളിപ്പറമ്പിൽ ഒരു മുനീർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് നമ്മളെ സൈക്കിൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ബന്ധപ്പെടുന്നത്. അത് വേണം നിങ്ങൾക്ക് വന്നെടുക്കാം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വിഷമമാണ്ടായിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെയിനാണ്. അപ്പോൾ ആ വീട്ടിലെ ഈ മുനീർ എന്ന് പറയുന്നവരുടെ വീട്ടിലെ സൈക്കിൾ ഇപ്പം നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിനാകെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറൊരാളുടെ സൈക്കിൾ നമ്മളെ വീട്ടിലായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നു എന്നുള്ള രീതിയിൽ അതൊരു പ്രശ്നമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയിൽ പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതുകൂടാണ്ട് ഇപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തിയും ഇന്ന് കേസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആൾ ചെയ്യുന്നതാണോ എന്നാണ് സംശയിക്കുന്നത്. അദ്ദേഹം ഇതിന് തക്കതായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ഏതായാലും തങ്ങൾക്ക് കിട്ടിയ സൈക്കിളുകൾ അതിൻ്റെ ഉടമകൾക്ക് ഓരോരുത്തരും തിരിച്ചെത്തിക്കുകയാണ്. വൈശാലിയുടെ സൈക്കിൾ കൊണ്ടുവച്ച പള്ളിപ്പറമ്പിലെ വീട്ടിൽ നിന്നും സൈക്കിൾ കാണാതായിട്ടുണ്ട്. പകരം ഇതുവരെയും അവിടെ സൈക്കിൾ കിട്ടിയിട്ടില്ല. ഈ സൈക്കിൾ എവിടെ കൊണ്ടുവച്ചു എന്നാണ് ഇനി അറിയേണ്ടത്. വീണ്ടും ഈ രീതി ആവർത്തിച്ച് ചുറ്റിക്കൽ തുടരുകയാണോ എന്നും അറിയണം.